ഹലോ ഗോയ്സ്, ഇന്ന് വിജയദശമിയാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഏത് അമ്പലം ചോദിച്ചു കഴിഞ്ഞാൽ കൂടക്കുല. പിന്നെ ഞങ്ങൾ രാമൻ്റെ അമ്പലത്തിലൊക്കെ പോയി. ഇത് ലക്ഷ്മണന്റെ അമ്പലമാണ്. നാലമ്പലത്തിൽ ഒരു അമ്പലമാണിത്. ഞങ്ങൾ എഴുതി ഹരിശ്രീ ഓം ഹരിശ്രീ ഗണപതിയായ നമഃ എഴുതി. കാരണം പൂജ ഒക്കെ തന്നെ എഴുതി. അതാണ് ഞങ്ങൾ വലിയ ഹൈലൈറ്റ്. ഒരു ചായക്കട കണ്ടു. ഞങ്ങൾക്ക് എന്തോ ഒരു ഇത് ചായ ഒക്കെ വേണമെന്ന്. അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്തിട്ടോ വീട്ടോട്ട് പോരത്തുള്ളൂ. അതെ, പിന്നെ ഞങ്ങള് ഈ വഴിയൊക്കെ അടിപൊളിയല്ല അർച്ചനെ. സോ ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ പറ ഞങ്ങൾ ചായക്കടയ്ക്ക് ചായ കുടിച്ചു. 4 ദോശയും അവർ 6 ദോശ തന്നു. സാമ്പാറിന്റെ മോനെ ഭയങ്കര ടേസ്റ്റ് അല്ല വട ഉഴുന്നോട പിന്നെ പറയണ്ട. പിന്നെ ചായ 6 എടുത്തതാണ്. ഞങ്ങൾ മടുത്ത് 2 ഒരെണ്ണം തിന്നപ്പോഴേ മടുത്ത്. പിന്നെ കഷ്ടപ്പെട്ട് തിന്ന് ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചു. പിന്നെ തേങ്ങ സാമ്പാർ കൂട്ടും. അതെ, ഞങ്ങളിത് സാമ്പാർ വെക്കാൻ പോകണം കഴിയും. പിന്നെ തിപ്പപ്പ് ഞങ്ങൾ കുൽഫിയാണ് ചോദിച്ചത്. പക്ഷെ കുൽഫി അവിടെ ആ ചേട്ടന്മാരോട് കുൽഫി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പാൽച്ചിപ്പ ഇവളുടെ എന്തോ എൻ്റെ മിക്സഡ് ഫ്രൂട്ട് മാങ്കോയോ എല്ലാം ഉണ്ട്. അത് നല്ല അടിപൊളി സിപ്പപ്പാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ DM ചെയ്യുക. ഞങ്ങൾ കടയിലെ ലൊക്കേഷൻ ഇട്ടേക്കാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിജയലക്ഷ്മി. വിജയലക്ഷ്മി ആശംസകൾ. വിജയലക്ഷ്മി ആശംസകൾ നേരുന്നു. ഓം ഹരിശ്രീ ഗണപതിയായ നമഃ എഴുതിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു നല്ലൊരു ഡേ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ മണ്ണിൽ എഴുതി ഹരിശ്രീ ഗണപതിയായ നമഃ എന്നും പിന്നെ ഞങ്ങൾ 2 ശ്ലോകങ്ങൾ 3 വട്ടം വായിച്ചു. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് തോന്നുന്നത്. അതെ, ഞങ്ങൾ 2 മന്ത്രം 3 പ്രാവശ്യം ഞങ്ങൾ ചൊല്ലി. ആ മന്ത്രം പറയാൻ ഭയങ്കര പാടാണ്. വല്ലാത്ത അക്ഷരങ്ങളാണ്. സത്യം പറഞ്ഞാൽ ആ അക്ഷരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ട് പോലും ഇല്ലാത്ത അക്ഷരങ്ങളാണ്. ഇരണ്ടടുത്തല്ല ഓരോ കുനിപ്പുകൾ ഇട്ടേക്കുന്നത്. ഭയങ്കര ടഫായിട്ടാണ് ഇന്ന്. പക്ഷെ ഞങ്ങൾ വായിച്ചു. അതായിരിക്കും വായിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും മന്ത്രം